വെൽക്കം ബാക്ക് ടു ഐഡിയൽ ടെക് മാസ്റ്റർ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റീം ബോട്ടാണ്. അതായത് സ്റ്റീമിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഓടുന്നൊരു ബോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ നമ്മുടെ സ്റ്റീം ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇതേപോലെ രണ്ട് സ്പ്രേയുടെ ബോട്ടിൽ ഒഴിഞ്ഞ ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള രണ്ട് സ്പ്രേ ബോട്ടിലുകൾ നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ട ഏകദേശം ഇതേപോലെ നമ്മളൊരു ബോട്ടിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുത്തൊരു പലകയുടെ പീസാണ്. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് ഏകദേശം ഇതേപോലെ ഒരു 6 ഇഞ്ച് നീളത്തിൽ നമ്മൾ കട്ടിയെടുത്ത രണ്ട് കോപ്പറിൻ്റെ ട്യൂബും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റീം ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റീം ചേമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കോപ്പർ ട്യൂബ് നമ്മുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന സ്പ്രേ ബോട്ടിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഡ്രിൽ ബിറ്റ് വെച്ചിട്ട് നമ്മളൊരു ഹോൾ ഇടുന്നുണ്ട്. ഏകദേശം നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തായിട്ട് നമ്മളൊരു ഹോൾ ഇട്ടെടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് ബോട്ടിൽ നമ്മൾ ഏകദേശം ഇതേപോലെ രണ്ട് ഹോളുകൾ നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഏകദേശം പ്ലാസ്റ്റിക് ബോട്ടിൻ്റെയൊക്കെ നെക്ക് ഭാഗം നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ബോട്ടിൽ നിന്ന് നമ്മൾ ഇതേപോലെ നെക്ക് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത് ഈ നെക്ക് ഭാഗം നമ്മുടെ സ്പ്രേ ബോട്ടിലുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോപ്പർ ട്യൂബ് കണക്ട് ചെയ്ത അതേ രേഖയിൽ ആ നേർരേഖയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ നെക്കും നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു ഹോൾസ് ഉപയോഗിച്ചിട്ട് രണ്ട് ഹോളുകൾ ഇട്ടെടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് ബോട്ടിൽ നമ്മൾ ഏകദേശം ഇതേപോലെ രണ്ട് ഹോളുകൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ നെക്ക് ഭാഗം നമ്മളിതുപോലെ ഇറക്കി വെച്ചിട്ട് നമ്മൾ ആറാൾഡിറ്റോ അല്ലെങ്കിൽ നമ്മുടെ MCലോ ഉപയോഗിച്ചിട്ട് നല്ല എയർ ടൈറ്റായിട്ട്, അതായത് ഈ എയർ ലീക്ക് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റീം ചേമ്പറിൻ്റെ വർക്ക് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബോട്ടിൻ്റെ അടിഭാഗം, അതായത് ഫൗണ്ടേഷൻ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പലകയിൽ ഏകദേശം അതേ വലുപ്പത്തിലുള്ള ഒരു തെർമോകോൾ ഷീറ്റും കൂടി നമ്മൾ വെട്ടിയെടുത്ത് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി ഈ ഷീറ്റിലേക്കാണ് നമ്മുടെ സ്റ്റീം ബോട്ടിൻ്റെ ചേമ്പറുകൾ, അതായത് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്ന ചേമ്പറുകൾ നമുക്ക് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 ഇഞ്ച് വീതിയിലും ഏകദേശം ഒരു 4 ഇഞ്ച് നീളത്തിലുള്ള പലകയുടെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിതുപോലെ ഫ്ലെക്സ് ക്വിക്ക് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ എത്രയാണോ നമുക്ക് അകലം വേണ്ടതെന്ന് വെച്ചിട്ട് ആ അകലം നോക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ രണ്ട് പീസുകൾ നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ സ്പ്രേയുടെ ബോട്ടിലുകൾ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഫ്രെയിമിൽ നിന്ന് ചാടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് നമ്മളെ ഒട്ടിച്ചിരിക്കുന്ന പലകയുടെ പുറകുവശത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ സ്പ്രേ ബോട്ടിലുകൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോട്ടിന് നമ്മളൊരു ബോഡി ഉണ്ടാക്കാൻ പോവാണ്. അതായത് നമ്മൾ സൈഡ് ബോഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ കാർഡ്ബോർഡ് ഷീറ്റാണ്. അതായത് നമ്മുടെ കാർഡ്ബോർഡ് പെട്ടിയിൽ നിന്ന് നമ്മൾ വെട്ടിയെടുത്തേക്കുന്നത്. കാരണം നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വേറെ സാധനങ്ങളൊന്നും ഇപ്പോൾ കിട്ടാൻ പോകില്ല. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നമ്മൾ കാർഡ്ബോർഡ് ഷീറ്റ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ PVC ബോർഡോ അങ്ങനെ നനഞ്ഞ പ്രശ്നമില്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ കാർഡ്ബോർഡ് ഷീറ്റൊക്കെ വെക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നാശമായി പോവും എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എത്രത്തോളം നമുക്ക് ഈട് നിൽക്കുന്ന അറിയില്ല. പക്ഷേ നമ്മുടെ കയ്യിലിപ്പോൾ ഇതാണ് ഉള്ളത്, അതുകൊണ്ടാണ് നമ്മൾ കാർഡ്ബോർഡ് ഷീറ്റ് വെച്ച് ഒട്ടിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഏകദേശം നമ്മുടെ ബോട്ടിനെ ഒരു സ്പീഡ് ബോട്ടിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസുകൾ വെട്ടിയെടുത്തിട്ട് ഏകദേശം നമ്മളൊരു സ്പീഡ് ബോട്ടിൻ്റെ ഒരു ഷേപ്പ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ബോട്ടിൽ നിർമ്മിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു മോഡലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്.
ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബോട്ടിൻ്റെ അടിഭാഗം നമുക്ക് കുറച്ച് ഉയർത്തി നിർത്താൻ വേണ്ടിയിട്ട്, അതായത് വെള്ളത്തിൽ നിന്ന് കുറച്ച് ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു തെർമോക്കോളിൻ്റെ പീസ് വെട്ടിയെടുത്തിട്ട് അതിൻ്റെ സൈഡ് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ഷീറ്റ് 2-3 ഷീറ്റ് ചേർത്ത് ഒട്ടിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഷീറ്റിൽ നമ്മൾ പശ തേച്ചിട്ട് നമ്മൾ ആദ്യം ഒട്ടിച്ചിരിക്കുന്ന ഷീറ്റിൻ്റെ അടിയിൽ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റീം ബോട്ടിൻ്റെ ഏകദേശം വർക്ക് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒട്ടിച്ചെടുത്ത തെർമോക്കോളിൻ്റെ പീസ് ഒട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഈ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രശ്നം അത് ഒട്ടി വരാനായിട്ട് കുറച്ച് കൂടുതൽ ടൈം എടുക്കും, ഏകദേശം ഒരു 5-8 മണിക്കൂറോളം എടുക്കും. അപ്പോൾ അതുവരെ നമുക്കിത് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന ക്യാൻ, അതായത് സ്പ്രേ ക്യാൻ എന്ത് ചെയ്യും, ഒരേ വലുപ്പത്തിലുള്ള ക്യാൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെയിറ്റ് ബാലൻസിൻ്റെ പ്രശ്നം പോലും ബോട്ട് ഒരു സൈഡിലേക്ക് മറിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഒരേ സൈസിലുള്ള ക്യാൻ എടുക്കാൻ ശ്രദ്ധിക്കുക, ഒരേ അളവിൽ നമ്മൾ അതിൽ വെള്ളം ഒഴിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബോട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ കുളത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിനകത്ത് നമ്മൾ ഇതുപോലെ നമ്മളൊരു 6 മെഴുകുതിരി നമ്മൾ ഇതുപോലെ ഒരേ ലെവലിൽ നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ബർണറിനകത്ത് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഴുകുതിരി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ സ്പ്രേയുടെ ബോട്ടിൽ നമ്മൾ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ടാണ്, ആ വെള്ളം തിളപ്പിച്ചിട്ടാണ് നമ്മളിതിലേക്ക് ഒരു സ്റ്റീം എനർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഇതിൻ്റെ മുകളിൽ, അതായത് മെഴുകുതിരിയുടെ മുകളിലേക്ക് നമ്മുടെ ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ചൂടുവെള്ളമാണ് നിറയ്ക്കുന്നത്. ചൂടുവെള്ളം നിറയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ വെള്ളത്തിൻ്റെ ഒന്നുണ്ടാകുന്ന ആ നീരാവിയുടെ ആ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ ബോട്ട് ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ബോട്ട് നമ്മുടെ കുളത്തിൻ്റെ സെൻറ്ററിൽ എത്തിയപ്പോഴത്തേക്കും മെഴുകുതിരി കെട്ടിട്ട് ഇപ്പോൾ അവിടെ കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മളിപ്പോൾ കരയ്ക്കുന്നുള്ള പരിപാടിയായിരുന്നു. ഇനി രക്ഷയില്ല, ഇനി വെള്ളത്തിൽ ചാടിയേ പറ്റുള്ളൂ. അപ്പോൾ ഇനി വെള്ളത്തിൽ ചാടിയിട്ട് അവനെ പൊക്കിയെടുത്തുകൊണ്ട് വരണം. അപ്പോൾ വെള്ളത്തിൽ ചാടേണ്ടി വരുന്നത് നമുക്ക് ഏകദേശം ഉറപ്പായതുകൊണ്ട് നമ്മൾ അതിനുള്ള ഡ്രസ്സ് വേറെ നമ്മൾ കൈ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബോട്ട് നമ്മൾ വിചാരിച്ച പോലെ ലാഗം നനഞ്ഞ് കുതിർന്ന് നമ്മൾ ഒട്ടിച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ബോട്ട് വെച്ചിട്ട് നമുക്കൊരു ട്രയൽ നമുക്ക് നടക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ പീസുകളൊക്കെ വേറെ മാറ്റി ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നോളം വരെ ബൈ.